നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ കടുത്ത വിമർശനവുമായി സുപ്രീം കോടതി. വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ചില്ലേ എന്ന് കേന്ദ്രത്തിന് വിമർശനം. കേന്ദ്ര സർക്കാർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഷബ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, ഇത് പറ്റുന്നത് ഒന്നാമത്തെ തവണ അബദ്ധമെന്ന് പറയാം. രണ്ടാമത്തെ തവണയാവുമ്പോൾ അതൊരു തെറ്റാണല്ലോ. അത് രണ്ടും മൂന്നും തവണയായി ആവർത്തിക്കുന്നതാ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു. ഇത്രയധികം കുട്ടികളെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു നടപടിയായി അത് ഒരു നീറ്റ് എന്നുള്ളൊരു കാര്യം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് മുഴുവൻ ഇന്ത്യ ഒട്ടുക്കുള്ള വിമർശനം തന്നെയാണ്. അത് സുപ്രീം കോടതി നിലവിൽ അത് ഉന്നയിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പരാമർശങ്ങൾ? ശ്യാമിനി, ഈ കേസിൽ നമുക്കറിയാം, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച ഇത് ആദ്യ സംഭവമല്ല. ഇത്തരത്തിൽ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരുടെ സംഘടന തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഓൾ ഇന്ത്യ ഡോക്ടേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തുകയായിരുന്നു. കോടതി ഈ ഹർജി പരിഗണിച്ചാണ് രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടില്ലേ എന്നായിരുന്നു കോടതിയുടെ വിമർശനം. 2024 നമുക്കറിയാം, ഇത്തരത്തിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ കൃത്യമായ മോണിറ്ററിംഗ് വേണം, ഈ ചോദ്യപേപ്പർ ചോരാതെ ഉള്ള നടപടികൾ സ്വീകരിക്കണം, അതിനുവേണ്ടി കൃത്യമായി മാർഗനിർദ്ദേശങ്ങളടക്കം സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു, പിന്നീടും വീഴ്ചകൾ സംഭവിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ജീവനെടുക്കുന്ന സംഭവം വരെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് പഠിക്കാത്തത്? ഇത് എന്താണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്? ഈ വീഴ്ചകൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ മറുപടി നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അടക്കമുള്ളവരോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കേസ് പരിഗണിക്കുമ്പോൾ കൃത്യമായ വിശദീകരണം ഇതിൽ നൽകണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ശരി ഷബ്ന.